സംവിധായകൻ ജോഷിയുടെ കൊച്ചി പനമ്പള്ളി നഗറിലെ വീട്ടിൽ മോഷണം. രാത്രി 1 മണിയോടുകൂടിയാണ് സംഭവം. പോലീസും വിരലടയാള വിദഗ്ധരും പരിശോധന നടത്തുകയാണ്. ശ്യാമിലി ശശിധരൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്യാമിലി, പണവും സ്വർണവും അടക്കം 1 കോടിയുടെ നഷ്ടമെന്നാണ് പ്രാഥമികമായ വിലയിരുത്തൽ. CCTV ദൃശ്യങ്ങളൊക്കെ ശേഖരിച്ചോ? ആര്യ, ഇന്ന് പുലർച്ചെ 1 മണിയോടുകൂടിയാണ് സംവിധായകൻ ജോഷിയുടെ പനമ്പള്ളി നഗറിലെ വീട്ടിൽ മോഷണം നടന്നത് എന്നാണ് കരുതുന്നത്. ഇവിടെ പോലീസും വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും അടക്കം ഇവിടെ എത്തി പരിശോധന നടത്തുകയാണ്. ഈ വീടിന് ചുറ്റും CCTVകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ അതിന്റെ ആ ദൃശ്യങ്ങളടക്കം പരിശോധിച്ചുകൊണ്ടുള്ള നിഗമനങ്ങളിലേക്ക് പോലീസ് എത്തിച്ചേരുന്നതേ ഉള്ളൂ. നിലവിൽ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ അടക്കം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അത് മാത്രവുമല്ല, ഈ കുടുംബാംഗങ്ങളും ജോലിക്കാരും അടക്കം 8 പേരാണ് ഈ വീട്ടിൽ താമസിച്ചിരുന്നത്. പുറകിലത്തെ അവരുമായി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പുറകിലത്തെ വാതിൽ തകർത്താണ് മോഷ്ടാവ് അകത്ത് കയറിയിരിക്കുന്നത്. പണവും വജ്രാഭരണങ്ങളും സ്വർണവും അടക്കം മോഷണം പോയതാണ് പറയുന്നത്. പക്ഷേ ഇതിന്റെ ഒന്നും 1 കോടിയോളം രൂപയുടെ വസ്തുക്കൾ നഷ്ടമായി എന്ന് പറയുന്നുണ്ടെങ്കിലും ഇതിലൊരു സ്ഥിരീകരണം നിലവിലായിട്ടില്ല. ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഈ പരിശോധനകളുടെ അടിസ്ഥാനത്തിൽ ഉടൻ ലഭ്യമാകും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. എന്തായാലും ഇന്ന് പുലർച്ചെ 1 മണിയോടുകൂടിയാണ് ഈ പനമ്പള്ളി നഗറിലെ വീട്ടിൽ മോഷണം നടന്നിരിക്കുന്നത്. പോലീസ് പരിശോധന നടത്തി വരികയാണ്. ശ്യാമിലി തന്നെ പറഞ്ഞു, വലിയ വീടാണ്, ചുറ്റും CCTVകൾ ഉണ്ടെന്ന്. വീട്ടിലാരും ഉണ്ടായിരുന്നില്ലേ? ആര്യ, ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കുടുംബാംഗങ്ങളും ജോലിക്കാരും അടക്കം 8 പേർ ഈ വീട്ടിലുണ്ടായിരുന്നു. പക്ഷെ വീടിന് പുറകുവശത്തുള്ള വാതിലിലൂടെയാണ് ഈ മോഷ്ടാവ് അകത്ത് കടന്ന് മോഷണം നടത്തിയെന്നാണ് ജോലിക്കാരുമായി സംസാരിച്ചപ്പോൾ മനസ്സിലാവുന്നത്. പക്ഷെ സംവിധായകൻ ജോഷിയുമായി ഇതുവരെയും സംസാരിക്കാൻ പറ്റിയിട്ടില്ല. അദ്ദേഹം പോലീസിന് മൊഴി നൽകിക്കൊണ്ടിരിക്കുകയാണ്, കുടുംബാംഗങ്ങളും അതുപോലെ തന്നെ. അതുകൊണ്ട് തന്നെ ഈ പരിശോധനകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് ഔദ്യോഗികമായ ഒരു വിലയിരുത്തലിലേക്കും ഒരു നിഗമനത്തിലേക്കും എത്തുവാൻ കഴിയുള്ളൂ. ആ പരിശോധന ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. CCTVകൾ വീടിന് ചുറ്റും സ്ഥാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉറപ്പായാലും CCTV പുറകുവശത്തെ വാതിൽ തകർത്താണ് മോഷ്ടാവ് അകത്തെത്തിക്കുന്നത്. ഉറപ്പായും CCTVയിൽ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ആ CCTVയിലെ ദൃശ്യങ്ങളടക്കം പോലീസ് ഇപ്പോൾ പരിശോധിച്ചു വരികയാണ്. ഒപ്പം ഡോഗ് സ്ക്വാഡിനെ അടക്കം ഇവിടെ എത്തിച്ചും പരിശോധന പുരോഗമിക്കുകയാണ്. ഇപ്പോഴും ഈ വീട്ടിലും വീടിന്റെ പരിസരത്തുമായി ഡോഗ് സ്ക്വാഡ് പരിശോധന പുരോഗമിക്കുന്നു. ഒപ്പം വിരൽ അടയാള വിദഗ്ധരും ഇവിടെ എത്തി പരിശോധന നടത്തുകയാണ്. ശ്യാമിലി, സ്വാഭാവികമായും ഒരു ഹൈ പ്രൊഫൈൽ വ്യക്തിയാണ്, അതിൻ്റെതായ സുരക്ഷ ഉണ്ടാവേണ്ടതാണ്. അപ്പം ഈ മോഷണം നടത്താൻ വന്ന വ്യക്തിക്കും അതിനെക്കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടാകും. അപ്പോൾ ഈ പുറകുവശത്തെ കഥകിലൂടെ വന്നു, അപ്പോൾ ഒരു ആസൂത്രണം നടത്തിയ ഒരു മോഷണമാണ് എന്നൊരു വിലയിരുത്തലുണ്ട് പോലീസിന്. അത്തരം വിലയിരുത്തലുകളിലേക്കും നിഗമനങ്ങളിലേക്കും പോലീസ് നിലവിൽ എത്തുന്നതേ ഉള്ളൂ. ഈ കുടുംബാംഗങ്ങളുമായും ഒക്കെ ഇവിടെ സംസാരിക്കുന്ന ജോലിക്കാരും ഒക്കെയായി പോലീസ് സംസാരിക്കുകയും അവരുടെ മൊഴി രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്യുകയാണ്. നിലവിൽ എന്തായാലും മോഷ്ടാവ് ഇത്തരം ആസൂത്രണത്തോടു കൂടി മുൻകൂട്ടി പ്ലാൻ ചെയ്ത് തന്നെയാണ് അകത്ത് കയറിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഈ വീടിന്റെ മുൻവശത്തു കൂടിയൊക്കെ അകത്ത് പ്രവേശിക്കുക, അതും വീട്ടുകാർ അറിയാതെ, അതൊരു അസാധ്യമായ കാര്യമെന്ന് തന്നെയാണ് ഈ വീടും പരിസരവും ഒക്കെ വീക്ഷിക്കുമ്പോൾ ഈ പുറത്തുനിന്ന് നോക്കുന്നവർക്ക് പോലും മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ മോഷ്ടാവിനും അതുപോലെ തന്നെ മറ്റു വഴികൾ ഉറപ്പായാലും തേടിയിരിക്കാം. അതുകൊണ്ട് മാത്രമായിരിക്കും പുറകിലത്തെ വാതിലും ജനലും അടർത്തി മാറ്റി ഉള്ളിലേക്ക് പ്രവേശിക്കുവാനാണ് ശ്രമിച്ചിരിക്കുന്നത്. അവിടെയുള്ള ചെടികളും ചെടിച്ചട്ടികളും ഒക്കെ മാറ്റി വിട്ട നിലയിലൊക്കെ ഇവിടെ കാണപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ വഴി തന്നെയാണ് അകത്ത് കയറി മോഷണം നടത്തിയിരിക്കുന്നത് എന്ന് തന്നെയാണ് മറ്റുള്ളവരുമായി ഇവിടെയുള്ള ജോലിക്കാരുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാവുന്നത്. സംവിധായകൻ ജോഷിയുടെ ഒരു ഔദ്യോഗിക സ്ഥിരീകരണമോ വിശദീകരണമോ ഒരാൾ മാത്രമാണോ ഉള്ളത്? അത് സംബന്ധിച്ച് എന്തെങ്കിലും സൂചനയുണ്ടോ? നിലവിൽ പോലീസ് അത്തരം സൂചനകൾ ഒന്നും വിട്ടുപറയാൻ നിലവിൽ തയ്യാറായിട്ടില്ല. അവർ പരിശോധനകൾ പൂർത്തിയാക്കിയതിനു ശേഷം മാത്രം ഞങ്ങൾ നിങ്ങളോട് സംസാരിക്കാം എന്ന് മാത്രമാണ് മാധ്യമപ്രവർത്തകരെയൊക്കെ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇവിടെ പരിശോധന നടക്കുകയാണ്. ഡോഗ് സ്ക്വാഡിനെ അടക്കം ഇവിടെ എത്തിച്ചിട്ടുണ്ട്. കാരണം സ്വർണ്ണാഭരണങ്ങളും വജ്രാഭരണങ്ങളും ഒക്കെ നഷ്ടമായിട്ടുണ്ട്. അപ്പോൾ ആ തരത്തിൽ എത്ര ലക്ഷം രൂപയുടെ അല്ലെങ്കിൽ എത്ര കോടി രൂപയുടെ സാധനങ്ങൾ ഇവിടെ നിന്ന് പോയിട്ടുണ്ട് എന്നതൊക്കെ തിട്ടപ്പെടുത്തി വരുന്നതേ ഉള്ളൂ. അതിലൊന്നും ഒരു ഔദ്യോഗിക സ്ഥിരീകരണമായിട്ടില്ല. നിലവിൽ അല്പസമയത്തിനകം അതിലൊരു സ്ഥിരീകരണം നൽകാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ശ്യാമിലി, നമുക്കിപ്പം കാണുന്ന ഈ അദ്ദേഹത്തിന്റെ വസതിയുടെ ദൃശ്യങ്ങൾ കാണുമ്പോൾ മുൻവശത്ത് നമുക്ക് CCTV ക്യാമറകൾ കാണാൻ കഴിയുന്നുണ്ട്. ഈ പുറകുവശത്തെ കതക് തുറന്നാണല്ലോ അകത്ത് കയറുന്നത്. അവിടെയും CCTV ഉണ്ടായിരുന്നോ? അവിടെയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വീടിന് ചുറ്റും CCTV സ്ഥാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം പ്രവർത്തന നിരതമായ CCTVകൾ തന്നെയാണ് എന്ന് തന്നെയാണ് പോലീസുകാരുടെ വശത്തു നിന്നും അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ആ ദൃശ്യങ്ങളായിരിക്കും ഏറ്റവും അധികം ഈ അന്വേഷണത്തിലും പോലീസിന്റെ അന്വേഷണത്തിൽ സ്വാധീനിക്കാൻ പോകുന്നത്. ആ
നിലവിൽ പുറകിലത്തെ വാതിലിന് അടുത്തും അതിന്റെ പുറത്ത് ചുറ്റിനും മതിലിലും ഒക്കെ CCTV ഉണ്ട്. അതുകൊണ്ട് തന്നെ മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ അതിൽ പതിഞ്ഞിട്ടുണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അത് വളരെയേറെ സഹായകരമായിരിക്കും. വളരെ എളുപ്പത്തിൽ തന്നെ മോഷ്ടാവിലേക്ക് എത്തുവാൻ പോലീസിനെ ഇത് സഹായിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഒരു കാര്യം കൂടി, ഇപ്പം നേരത്തെ ഷാമിലി തന്നെ പറഞ്ഞു കുറെ അധികം ആളുകൾ 8-9 ആളുകൾ അവിടെ ഉണ്ടായിരുന്നു, ജീവനക്കാരടക്കം. അപ്പൊ ആരും ഈ ഒരു മോഷ്ടാവ് അകത്ത് കയറി 1 മണിയാണെങ്കിലും ശരി ശബ്ദമൊക്കെ കേട്ട് അങ്ങനെയൊന്നും ആരും അറിഞ്ഞില്ലേ? നിലവിൽ അങ്ങനെയൊന്നും അറിഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം 1 മണി സമയമാണല്ലോ. 1 മണി സമയം ഒരു മനുഷ്യനെ സംബന്ധിച്ച് എല്ലാവരും ഉറക്കത്തിലേക്ക് പോകുന്ന, ഒരു ഡീപ് സ്ലീപ്പിലേക്ക് പോകുന്ന ഒരു സമയം തന്നെയാണല്ലോ. അതുകൊണ്ട് ആ സമയത്തായതുകൊണ്ട് തന്നെ അത്തരം ശബ്ദങ്ങളോ മറ്റോ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അങ്ങനെയെങ്കിൽ ഇത്തരം ഒരു സാഹചര്യമോ ഇത്തരം ഒരു പരിശോധനയോ ഇവിടെ ആവശ്യവുമായി വേണ്ടി വരുമായിരുന്നില്ല. ഇപ്പോൾ തന്നെ അതുകൊണ്ട് തന്നെ ഇതെല്ലാം നഷ്ടപ്പെട്ട രാവിലെ മാത്രമാണ് വീട്ടുകാരും ജോലിക്കാരും അടക്കം ഇങ്ങനെ ഒരു കാര്യം ഇവിടെ ഉണ്ടായി എന്ന് അറിയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇവിടെ പരിശോധന നടത്തുന്നത്. എന്തായാലും കാര്യക്ഷമമായ അന്വേഷണം തന്നെയാണ് നടക്കുന്നത്. കാരണം ഡോഗ് സ്ക്വാഡിനെ അടക്കം ഇവിടെ വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും 1 കോടിയോളം രൂപയുടെ വസ്തുവകകൾ, അതായത് സ്വർണവും വജ്രാഭരണങ്ങളുമായി നഷ്ടം ആയിട്ടുണ്ട്. പോലീസ് അവിടേക്ക് എത്തിയിട്ടുണ്ട്, വിരലടയാള വിദഗ്ധർ അവിടേക്ക് എത്തിയിട്ടുണ്ട്. ഡോഗ് സ്ക്വാഡും ഉടനെ എത്തും.